നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 മാർച്ച് 8 മുതൽ 14 വരെയുള്ള ആഴ്ചയിൽ ലോട്ടറി ഭാഗ്യമുള്ള നമ്പർ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സ്ഥിരമായി ഇപ്പോൾ ആഴ്ചയിൽ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി അടിക്കാവുന്ന നമ്പറുകൾ കൃത്യമായി എല്ലാ ആഴ്ചയിലും ഇടുന്നുണ്ട്. പലരും എന്നെ വിളിക്കാറുമുണ്ട്, പല സംശയങ്ങളും ചോദിക്കാറുമുണ്ട്. എന്നാൽ ഇവർക്ക് ഇത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് ഈ നമ്പർ പ്രകാരം ലോട്ടറി എടുത്തിട്ട് ലോട്ടറി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന നമ്പർ കിട്ടാൻ ചിലപ്പോൾ പല സ്ഥലത്തും അവർ തിരയേണ്ടതായിട്ട് വരും. ഒരു സ്ഥലത്ത് പോയാൽ ഈ നമ്പറെല്ലാം ഒരു സ്ഥലത്ത് തന്നെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് ചില ആൾക്കാർ ഈ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് ഭാഗ്യം അടിക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ കുറ്റമല്ല. കാരണം എനിക്ക് നമ്പർ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് ലോട്ടറി കിട്ടാനുള്ള ടിക്കറ്റ് വിൽക്കാനൊന്നും എനിക്ക് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഈ നമ്പർ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. പിന്നെ ചിലവരുടെ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ നമ്പർ ഒരു 3 അക്ക നമ്പർ പറഞ്ഞാൽ ഇത് ആദ്യത്തെ 3 അക്ക നമ്പറാണ് അല്ലെങ്കിൽ അവസാനത്തെ അക്ക നമ്പറാണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ ആദ്യത്തെ 3 അക്കവും ആദ്യത്തെ ഒരക്കമൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ല, അതിനൊന്നും അടിക്കയില്ല. അവസാനത്തെ അക്കത്തിനല്ലേ പ്രാധാന്യം കൂടുതൽ, ഇല്ലേ? അപ്പൊ അവസാനത്തെ അക്കത്തിനാണ് ഇത്ര അക്കം ഒത്തു വന്നാൽ അവിടെ ഭാഗ്യം കിട്ടാറുണ്ട്, അതല്ലേ? അപ്പൊ ആദ്യത്തെ അക്കത്തിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് അവസാനത്തെ അക്കത്തിന്റെ, അതായത് ഓരോ ലോട്ടറി ടിക്കറ്റിന്റെയും അവസാനത്തെ അക്കത്തിന്റെ നമ്പറാണ് ഞാനിവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് എടുത്താൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനിലയും മറ്റ് ദശകാലവും അല്ലെങ്കിൽ അപഹാരകാലവും ഒക്കെ വളരെ നല്ല വിധത്തിലാണെങ്കിൽ ഇതും കൂടി രണ്ടും കൂടി ചേർന്നാൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടുന്നതാണ്. അതുകൂടാതെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇതൊരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാനീ പറയുന്നു. ഇത് കണ്ടിട്ട് ചില ആൾക്കാർ എന്റെ നെഗറ്റീവ് കമന്റ് ഇടാറുണ്ട്. അത് ചില ആൾക്കാരുടെ സ്ഥിരം പതിവാണ്. എന്ത് കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിനൊരു നെഗറ്റീവ് കമന്റ് ഇട്ടില്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഉറക്കം വരില്ല. അല്ലെങ്കിൽ ഇതേപോലുള്ള എന്നെ പോലുള്ള ജ്യോത്സ്യന്മാരെ 2 തെറി പറഞ്ഞില്ലെങ്കിലും ഇവർക്ക് ഉറക്കം പറഞ്ഞാൽ മതി ഇവർക്ക് ഉറക്കം കിട്ടാൻ. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാരും ഉണ്ട്. അപ്പൊ ദയവായി ഞാനൊരു കാര്യം പറയാം. ഇതൊരു വിശ്വാസത്തിന്റെ പുറത്തുള്ള വീഡിയോ ആണ്. വിശ്വാസമുള്ളവർ ഇത് കണ്ടാൽ മതി, വിശ്വാസമില്ലാത്തവർ ഇത് കാണണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ലോട്ടറി ഭാഗ്യപരീക്ഷണമാണ്, അതൊരു വിശ്വാസത്തിന്റെ കൂടി ഒരു കാര്യമാണ്. അപ്പൊ വിശ്വാസമില്ലാത്തവർ ഇത് കാണുകയും ചെയ്യണം, ഇവർക്കിത് കാണുകയും ചെയ്യണം, എന്നിട്ട് കുറെ കുറ്റം പറയുകയും ചെയ്യണം. എന്തിനതിന് നിൽക്കണം? നിങ്ങൾക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ, യൂട്യൂബിൽ എത്രയോ കാര്യങ്ങളുണ്ട്, അത് കണ്ടാൽ പോരെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ നിൽക്കണം എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഇത് വിശ്വാസികൾ ഇത് തിരഞ്ഞെടുക്കാം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ അതിനൊന്ന് മുതിരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത് എന്നെ പോലെയുള്ള ഈ ചെറിയ യൂട്യൂബ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്ന ആൾക്കാർക്ക് അതൊരു സഹായമാകും. അപ്പൊ അതുകൊണ്ട് എന്റെ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങൾ ജ്യോതിഷപരമായി ബന്ധപ്പെടുത്തിയാൽ, ഇതൊരു ഭാഗ്യപരീക്ഷണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിനെ ജ്യോതിഷപരമായി ബന്ധപ്പെടുത്തിയാൽ 5ാം ഭാവം ബുദ്ധിയും ഭാഗ്യവും പറയാം. 5ാം ഭാവത്തെ പറ്റി. 9ാം ഭാവത്തെ പറ്റി, ജ്യോതിഷത്തിലെ 9ാം ഭാവത്തെ പറ്റി പറഞ്ഞാൽ അവിടെ ഭാഗ്യവും ആത്മീയ കാര്യങ്ങളും പറയാവുന്നതാണ്. അതുകൂടാതെ 11ാം ഭാവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വരവിനെ പറ്റി ചിന്തിക്കാവുന്ന ഒരു ഭാവമാണ് 11ാം ഭാവം. അപ്പൊ ഈ ആഴ്ചയിലെ ഗോചരപ്രകാരം, അപ്പൊ ചില ആൾക്കാർക്ക് ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അതായത് ഗ്രഹങ്ങൾ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? ഓരോ ആഴ്ചയിലല്ല, ദിവസവും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഗ്രഹങ്ങളുടെ സഞ്ചാരപ്രകാരമുള്ള ഫലത്തെയാണ് ഗോചരം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്രഹങ്ങളുടെ സഞ്ചാര ഫലമായി ഈ ആഴ്ചയിൽ വരാവുന്ന ഭാഗ്യ നമ്പർ, ഓരോ ഗ്രഹത്തിന്റെയും ഓരോ രാശിയുടെയും ഭാഗ്യ നമ്പറുണ്ട്. അതായത് ഗ്രഹങ്ങൾക്ക് നമ്പറുണ്ട്, അതുകൂടാതെ രാശികൾക്ക് നമ്പറുണ്ട്. അപ്പൊ ഓരോ ഗ്രഹത്തിന്റെയും രാശികളുടെയും നമ്പറുകൾ സമന്വയപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ നമ്പർ പറയുന്നത്. അല്ലാതെ എനിക്ക് വലിയ വെളിപാടുണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്പർ പറയുന്നതല്ല. ഇത് ഗ്രഹങ്ങളുടെ നമ്പറും അതുപോലെ രാശികളുടെ നമ്പറും ഒക്കെ വെച്ച് ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത്, ഈ നമ്പർ പറയുന്നത്. അപ്പൊ 11ാം ഭാവത്തെ കുറിച്ച് പറയാം. അത് വരവിന്റെ ഭാവമാണ്. 9ാം ഭാവം ഭാഗ്യത്തിന്റെ ഭാവമാണ്. 5ാം ഭാവം ബുദ്ധിയുടെ ഭാവമാണ്, ഇല്ലേ? അപ്പൊ ഇത് വെച്ചാണ് കണക്കൂട്ടുന്നത്. ഞാൻ നമ്പർ ഉടനെ പറയാം. നിങ്ങൾ ഇതൊന്ന് വീഡിയോ മുഴുവനും കാണണം കേട്ടോ. എന്താണ് ഇയാൾ ഈ പറയണത്? ഞാൻ ഈ പറയുന്ന നമ്പറും ഇതിന്റെ അകത്ത് ഗ്രഹങ്ങളുടെ ആയിട്ട് എങ്ങനെയാണ് ഇതിന് ബന്ധം വരുന്നത് എന്നുകൂടി ഞാനിത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനല്ലേ. അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദമായി പറയുന്നത്. അല്ലാതെ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ മുഷിപ്പിക്കുന്നതോ അല്ല. കാരണം ഈ നമ്പറും ഈ ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും അതേപോലെ രാശിയും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കണക്കൂട്ടിക്കൊണ്ടായിരിക്കണം ഇത് പറയുന്നത്. അതൊന്ന് വിശദീകരിക്കുന്നത് മാത്രം. നമ്പർ ഞാൻ ഉടനെ പറയാം. അപ്പൊ ധർമ്മത്തിന്റെ ഗ്രഹം ഏതാണ്? ധർമ്മത്തിന്റെ ഗ്രഹം ശനിയാണ്. ആ ശനി ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്നു. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഗ്രഹമാണ് ശനി. അത് മീനൻ രാശിയിൽ നിൽക്കുന്ന സമയം. അതുകൂടാതെ ഈ ആഴ്ചയിലെ ഗോചരപരമായിട്ട് ഓരോ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുള്ള നിൽപ്പാണ് ഞാൻ പറയുന്നത്. പിന്നെ വേഴം ആരാ? ധനകാരകനാണ്. നമുക്ക് ധനത്തെ തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പൊ വേഴം ഇപ്പൊ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. അതും വക്രഗതിയിലാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൂടാതെ ധർമ്മത്തിന്റെ ഗ്രഹം ശനി, ഐശ്വര്യത്തിന്റെ ഗ്രഹം ആരാണ്? ശുക്രൻ. അതും മീനൻ രാശിയിൽ ആണ് നിൽക്കുന്നത്. അപ്പൊ മീനൻ രാശിയിൽ രണ്ട് ഐശ്വര്യത്തിന്റെ ഗ്രഹവും അതോടൊപ്പം ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഗ്രഹവും മീനൻ രാശിയിൽ നിൽക്കുന്നു. ഇതുകൂടാതെ ആത്മകാരകനായ സൂര്യൻ കുംഭൻ രാശിയിലും നേതൃത്വത്തിന്റെ കാരകനായ ചൊവ്വയും ബുദ്ധിയുടെയും കണക്കുകൂട്ടലുകളുടെയും ഗ്രഹമായ ബുധനും മായാസൃഷ്ടികളിലൂടെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഗ്രഹമായ രാഹുവും ഈ 4 ഗ്രഹങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന സമയവും കൂടിയാണ്. ഈ 4 ഗ്രഹങ്ങൾ കുംഭൻ രാശിയിൽ ഒന്നിക്കണേ. അത് ചതുർഗ്രഹ യോഗമാണ് കുംഭൻ രാശിയിൽ ഈ ആഴ്ചയിൽ നടക്കുന്നത്.
അപ്പൊ അത് കൂടാതെ കേതു ചിങ്ങൻ രാശിയിൽ സിംഹരാശിയിൽ നിൽക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമയത്ത് ലോട്ടറി ഭാഗ്യമുള്ള നമ്പറാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒന്ന് കണക്കൂട്ടി നോക്കിയിട്ടുള്ള ഓരോ നമ്പറുകളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഒറ്റക്ക നമ്പർ പറയാം. ഒറ്റ അക്ക നമ്പർ. ചിലവർക്ക് അങ്ങനെ ചില ഒരു നമ്പറിനൊക്കെ പോണ ആൾക്കാരുണ്ടാവും. അവരുടെ ഇതാണ് പറയുന്നത് ഒറ്റക്ക നമ്പർ. ഒറ്റക്ക നമ്പറും അതേപോലെ തന്നെ ഇരട്ടക്ക നമ്പറും അതുകൂടാതെ 3 അക്ക നമ്പറും ഞാൻ പറയാം. ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു നിമിത്തമായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഗ്രഹങ്ങളുടെയും രാശികളുടെയും നമ്പറുകൾ തമ്മിലുള്ള ബന്ധങ്ങളും ഒരു കണക്കൂട്ടലുകളുമാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലേ? ഇതൊരു കണക്കുകൂട്ടലാണ്. ഞാൻ സ്ഥിരമായി ഓരോ ആഴ്ചയിലും ഈ നമ്പർ ഇടാറുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞേ. അപ്പൊ ഭാഗ്യ നമ്പർ പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഏത് നമ്പറാണ് നമുക്ക് അപ്പൊ അടിക്കാവുന്നത്. അങ്ങനെയുള്ള ചില ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട്. ചിലവർക്കൊക്കെ അടിച്ചിട്ടുണ്ട്, അടിച്ചവരും വിളിച്ചിട്ടുണ്ട്. എന്നാൽ കിട്ടാത്തവരും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇരുത്തി ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പൊ നിങ്ങളുടെ ഗ്രഹനിലയായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോയാൽ ഇതിന് ഒരു ഇരട്ടി ഫലം കിട്ടുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ ഒറ്റക്ക നമ്പർ പറയാം. 3, 6, 9, 5, 8. ഞാനൊന്ന് ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പറാണ് കേട്ടോ. ഞാനൊന്നുകൂടി പറയാം. ഒറ്റക്ക നമ്പർ 3, 6, 9, 5, 8. ഈ അവസാനം വരുന്ന ഈ നമ്പർ എടുത്താൽ കൊള്ളാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി 2 അക്ക നമ്പർ പറയാം. ഇരട്ടക്ക നമ്പർ 12, 15, 24, 33, 42, 51, 60. ഇത് ഇരട്ടക്ക നമ്പറാണ്. ഞാൻ ഒന്നുകൂടി പറയാം. 12, 15, 24, 33, 42, 51, 60. ഇത് ഇരട്ടക്ക നമ്പർ. ഇതൊക്കെ ഗ്രഹങ്ങളും രാശികളും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന നമ്പറുകളാണ്. ഇനി 3 അക്ക നമ്പർ പറയാം. 3, 5, 6. അത് കൂടുന്ന 356. 356, 536, 536, 653, 365, 365, 563, 639, 359, 518. ഈ 3 അക്ക നമ്പർ ഞാൻ ഒന്നുകൂടി ഈ 3 അക്ക നമ്പർ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി ഒന്നുകൂടി പറയാം. 356, 536, 653, 365, 563, 639, 359, 518. ഈ 3 അക്ക നമ്പർ അവസാനത്തെ അക്ക നമ്പറാണ് ഈ പറയുന്നത്. ഇനി 4 അക്ക നമ്പർ പറയുന്നില്ല. കാരണം ഈ നമ്പർ അന്വേഷിച്ച് ഈ 3 അക്ക നമ്പറും ഈ 2 അക്ക നമ്പറൊക്കെ ഒത്തുകിട്ടാൻ നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇനി 4 അക്ക നമ്പർ ഒത്തുകിട്ടാനായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് 4 അക്ക നമ്പർ പറയുന്നില്ല. ബാക്കി 3 നമ്പർ, മൊത്തം 6 നമ്പറാണ് ഉള്ളത്. ബാക്കിയുള്ള ആദ്യത്തെ 3 നമ്പർ ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാനൊരു കാര്യം പറയാം. ഇത് ഒരു ആഡിക്റ്റായിട്ട് കൊണ്ട് നടക്കരുത്. അതായത് ലോട്ടറി എന്ന് പറഞ്ഞ ഒരു ഭ്രമമാണ് ചിലർക്ക്.
പണിയെടുക്കുന്ന കാശ് നല്ലൊരു ശതമാനവും ഇതിന് തന്നെ ചെലവാക്കുന്ന ആൾക്കാരാണ്. കാരണം ലോട്ടറി അടിച്ച് പണക്കാരനാകാമെന്നാണ് പലരുടെയും ധാരണ. എല്ലാവർക്കും ലോട്ടറി അടിച്ച് പണക്കാരനാകാൻ സാധിക്കുകയില്ല, ഇല്ലേ? അപ്പോൾ ഒരു മിതമായ രീതിയിൽ നമ്മൾ നമ്മുടെ ഭാഗ്യപരീക്ഷണം നടത്തി അതിലൂടെ കിട്ടുന്ന ആ ഒരു ചെറിയ തുകയാണെങ്കിൽ ആ തുക നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ഇതിനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭ്രമമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആഡിക്റ്റായി എടുത്തുകൊണ്ട് നിങ്ങളും പണിയെടുക്കുന്ന കാശ് മുഴുവനും ഈ ലോട്ടറി എടുത്താൽ നിങ്ങളുടെ കുടുംബം പട്ടിണിയാവും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ഞാൻ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തണമല്ല, പക്ഷെ എടുക്കുന്ന കാര്യത്തിൽ ഒരു പരിധി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ നിങ്ങൾ കഴിയുന്നതും തെരഞ്ഞെടുക്കുക. സർവേശ്വര അനുഗ്രഹം നിങ്ങൾക്ക് ഈ നമ്പറിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ ഈ ആഴ്ചയിലെ ഈ ഭാഗ്യ നമ്പർ, ഈ ലോട്ടറി ഭാഗ്യ നമ്പർ എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.